അയോധ്യ രാമക്ഷേത്രം. ആ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ RSS നേതാക്കളെ രക്ഷിക്കാൻ ഒത്തുകളിച്ചു കേന്ദ്ര സംസ്ഥാന BJP സർക്കാർ. UP സംസ്ഥാനത്ത് BJP സർക്കാരുകൾ ചമ്പത് റായിയെയും അനിൽ മിശ്രയെയും നിയമ നടപടികളിൽ നിന്ന് രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് രാജിനാടകം. കേസിൽ നിലവിൽ പ്രതി ചേർക്കപ്പെട്ടവർ ഈ നേതാക്കളുടെ അടുത്ത സഹായികളും ബന്ധുക്കളുമായിരുന്നു. പ്രധാന ഭാരവാഹികളായ ഇവരെ പ്രതിപട്ടികയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയതിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി ഫെമിന ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഫെമിന, തീവട്ടിക്കൊള്ളയാണ് ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അവരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ കേവലം ഈ രണ്ടുപേരെ രാജിവെപ്പിക്കുക, എന്നിട്ട് അവരെ ബന്ധുക്കളടക്കമുള്ളവരെ പ്രതിപട്ടികയിലേക്കാക്കുക, ഇത്തരം നടപടികൾക്കപ്പുറത്തേക്ക് ആഴത്തിലുള്ള ഒരു പരിശോധനയോ ED ഒന്നും അവിടെ കാണുന്നില്ല. കേന്ദ്ര സർക്കാരും UP യോഗി ആദിത്യനാഥ് സർക്കാരും ഇതിൽ ഒളിച്ചു കളിക്കുന്നു എന്ന കാര്യം വ്യക്തമാവുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതെ, തീർച്ചയായും അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭാവന കൊള്ളയിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭാവനകളും അതുപോലെ തന്നെ കാണിക്കയും ഒക്കെ സ്വീകരിക്കുന്നതിൻ്റെ ചുമതലയുള്ള ഈ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ചമ്പത് റായ്, ഈ VHPയുടെ നേതാവ് കൂടിയാണ്, പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിട്ടുള്ള ചമ്പത് റായ്, അതുപോലെ തന്നെ ക്ഷേത്രം ട്രസ്റ്റ് അംഗമായിട്ടുള്ള അനിൽ മിശ്ര, ഇവർ രണ്ടുപേരും കഴിഞ്ഞ ദിവസം ട്രസ്റ്റ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുന്നതായിട്ട് അറിയിച്ചിരുന്നു. എന്നാൽ ഈ രാജി നാടകം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ നിയമ നടപടികളിൽ നിന്നും ഇവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നാടകമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കുറച്ച് നേരത്തെ തന്നെ മറ്റൊരു ട്രസ്റ്റ് അംഗം ഇവർ രാജിവെച്ചിട്ടില്ല എന്ന തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസികളുടെ കണ്ണിൽ പുകമറയിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ VHPയുടെ അതുപോലെ തന്നെ ഈ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. UP സർക്കാരും അതുപോലെ തന്നെ കേന്ദ്രവും ഇത്തരത്തിൽ വലിയ ഒരു കൊള്ളയിൽ പങ്കാളികളായിട്ടുള്ള, അതിൽ ചുമതല വഹിച്ച ഈ ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ശതകോടികളാണ് ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടാണ് ഉണ്ടായത്. CCTV മറച്ചുവെച്ചിട്ടൊക്കെ ഈ കാണിക്കയായിട്ടും അതുപോലെ തന്നെ സംഭാവനയായിട്ടും ലഭിച്ച പണം വകമാറ്റുന്ന തരത്തിൽ CCTV മറച്ചുവെച്ച് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നതാണ് ഈ UP പോലീസ് നിയോഗിച്ച അന്വേഷണ സംഘം പ്രാഥമികമായിട്ട് വിലയിരുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, പല വ്യക്തികൾ, അത് ജ്വല്ലറി അസോസിയേഷൻ, അതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട വ്യക്തികൾ, സാധാരണക്കാരെല്ലാം ഈ ക്ഷേത്ര നിർമ്മാണത്തിന് നൽകിയിട്ടുള്ള ഫെമിനയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഇതിൽ MA ബേബി CPIM ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. BJPയുടെ നേതൃത്വത്തിൽ അയോധ്യയിൽ നടന്ന തീവട്ടിക്കൊള്ളയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും പറഞ്ഞിട്ടുണ്ട്.